ഒരു പ്രത്യേക വിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം ഞങ്ങൾ വിളിക്കുന്നത്. നമുക്കറിയാം, സ്ത്രീകളുടെ ആരോഗ്യ പരിപാലന രംഗത്ത് ശ്രദ്ധിക്കപ്പെടാതെ കണ്ടുള്ള ഒരു മേഖലയുണ്ട്, അല്ലെങ്കിൽ ഒരു ഏരിയ ഉണ്ട്, അഡ്രസ്സ് ചെയ്യപ്പെടാതെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. അതെന്ന് പറയുന്നത് പെരിമെനോപോസൽ ഏജ് ഗ്രൂപ്പ്, ആർത്തവ വിരാമത്തോട് അടുക്കുന്ന ഒരു പ്രായപരിധി. നമുക്കെല്ലാവർക്കും അറിയാം, ആർത്തവം ആരംഭിക്കുന്ന സമയത്ത് കൗമാര പ്രായക്കാരായ കുട്ടികൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മറ്റു ബുദ്ധിമുട്ടുകൾ എല്ലാം നമ്മൾ അഡ്രസ്സ് ഓൾറെഡി ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. ഗർഭകാലഘട്ടത്തിലെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം പൊതുസമൂഹവും എല്ലാവരും അഡ്രസ്സ് ചെയ്യപ്പെട്ട വിഷയമാണ്. പക്ഷെ ഒരു വലിയ വിഭാഗം സ്ത്രീകളിൽ, ഏകദേശം 40 വയസ്സ് മുതൽ 50-55 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പീരീഡാണ് ആർത്തവ വിരാമ കാലഘട്ടം, പെരിമെനോപോസൽ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ പ്രത്യേക കാലഘട്ടത്തിൽ സ്ത്രീകളിൽ പൊതുവെ മിക്കവാറും ഭൂരിഭാഗം സ്ത്രീകളിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുതന്നെ സമൂഹത്തിലേക്കുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല മേഖലയിലും അവർക്ക് ധാരാളം പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പ്രായം എന്നൊക്കെ പറയുന്ന ആ പ്രായമാണ്. ഞാനൊക്കെ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയ വ്യക്തി എന്ന നിലയിൽ ഈ പ്രായപരിധിയിലുള്ള സ്ത്രീകൾ അനുഭവപ്പെടുന്ന ശാരീരികവും മാനസികവും സാമൂഹ്യപരവും കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് അഡ്രസ്സ് ചെയ്യാൻ ഒരു ചെറിയ ശ്രമം തൃശ്ശൂർ കോർപ്പറേഷനും അതുപോലെ തന്നെ തൃശ്ശൂർ OBG സൊസൈറ്റിയും കൂടി കൈകോർത്തുകൊണ്ട് ഒരു ചെറിയ ശ്രമം, പൂർണ്ണ എ വുമൺ വെൽനസ് ഇനീഷ്യേറ്റീവ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്നിവിടെ ബ്രാൻഡ് അംബാസിഡറായി ലഭിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രശസ്ത സിനിമാ താരം ശ്രീമതി ലെനയാണ്. ലെനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും സിനിമാ താരം എന്നതിലുപരി ഈ ഒരു മേഖലയിൽ വളരെയധികം വർക്ക് ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് പ്രഭാഷണങ്ങളുടെയും എഴുത്തിലൂടെയും ഒരു ലെന അതിനെക്കുറിച്ച് സംസാരിക്കും. വിമൺ ഓ പോസ്, എ മിഡ് ലൈഫ് ഗൈഡ് ഫോർ വിമൺ ആൻഡ് ദെയർ മെൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ ക്യാപ്ഷൻ തന്നെ, അല്ലെങ്കിൽ ആ പുസ്തകം അതിനുവേണ്ടി മാത്രം രചിച്ച ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ മേഖലയിൽ വളരെയധികം കാര്യങ്ങളെക്കുറിച്ച് അറിവും അനുഭവവും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളോടെയും എഴുത്തിലൂടെയും കഴിവ് തെളിയിച്ചുള്ള ഒരു വ്യക്തിയെ തന്നെ ഞങ്ങൾക്ക് ബ്രാൻഡ് അംബാസിഡറായി കിട്ടി എന്നുള്ള കാര്യത്തിൽ ഏറെ സന്തോഷമുണ്ട്, ഏറെ അഭിമാനമുണ്ട്. അപ്പോൾ 3 മേഖലകളിലാണ് ഞങ്ങൾ കൂടുതലും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീകൾക്ക്, പൊതുവെ ഈ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് സപ്പോർട്ട് കൊടുക്കാം. അവർക്ക് ഈ പ്രശ്നം പലപ്പോഴും സ്ത്രീകൾ തന്നെ തിരിച്ചറിയുന്നില്ല. ഈ ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ഉത്കണ്ഠ, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, ഈവൻ ബ്രെയിൻ ഫോഗിങ്, അതായത് ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവ്, അങ്ങനെ പല തരത്തിലാണ് മാനസിക പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്നത്. ശാരീരിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ബോഡി പെയിൻസ്, അതുപോലെ ബ്ലീഡിങ്, ആർത്തവത്തിൻ്റെ പാറ്റേൺ തന്നെ ഡിഫറെൻ്റ് ആവും, എല്ലിൻ്റെ ബലം കുറയും, മസിൽസിൻ്റെ സ്ട്രെങ്ത് കുറയും, അല്ലെങ്കിൽ മസിൽ മാസ് കുറയും, അങ്ങനെ പല വിധത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ സെക്ഷുവൽ കാര്യങ്ങൾ, ലൈംഗിക പ്രശ്നങ്ങൾ, അതായത് യോനിയിലൊക്കെ ഡ്രൈനെസ് വരും, അപ്പോൾ സെക്ഷൽ ആക്ടിവിറ്റിയിൽ താല്പര്യം ഉണ്ടാവില്ല, വേദന അനുഭവപ്പെടും, അങ്ങനെ പല വിധത്തിലുള്ള ശാരീരികവും മാനസികവും സാമൂഹ്യപരമായ പ്രശ്നങ്ങൾ, ഇതുമൂലം കുടുംബ പ്രശ്നങ്ങൾ, ഈ ഒരു മേഖലയിൽ അഡ്രസ്സ് ചെയ്യാൻ, ആ ഒരു മേഖലയിൽ സ്ത്രീകൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ പൂർണ്ണ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനോടൊപ്പം അവരുടെ ബാലൻസ്, അതായത് ഈ വ്യത്യാസങ്ങളെല്ലാം വരുന്നത്, ഈ ചേഞ്ചസ് മുഴുവൻ ബോഡിയിൽ വരുന്നത് നമ്മുടെ ഹോർമോണിലുള്ള വ്യതിയാനം കാരണം. സ്ത്രീകളുടെ ഹോർമോൺ പ്രധാനമായിട്ടും ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ആണ്. അതിൽ ഈസ്ട്രജൻ്റെ ഒക്കെ ഹോർമോൺ ലെവല് കുറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഫിസിക്കൽ ബാലൻസ്, അതായത് ശരീരത്തിൻ്റെ ശാരീരികമായ ആവശ്യങ്ങളുടെ ബാലൻസ്, മെൻ്റൽ ബാലൻസ്, ഹോർമോണൽ ബാലൻസ്, അപ്പോൾ ബാലൻസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എംപവർ ചെയ്യുക, സ്ത്രീകൾക്ക് ഇതിനെക്കുറിച്ച് അവബോധമുണ്ടാക്കുക. സ്ത്രീകൾക്ക് മാത്രമല്ല, അവരുടെ പാർട്ട്നേഴ്സിനും കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്കും സമൂഹത്തിലുള്ള പൊതുസമൂഹത്തിന് തന്നെ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച്, ഇത് 1-2 ദിവസത്തെ പ്രശ്നമല്ല, ഏകദേശം 10 മുതൽ 15 വർഷം വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രായ പരിധിയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് പാർട്ട്ണറിനും സമൂഹത്തിനും തന്നെ അവബോധം ഉണ്ടാക്കുക, എംപവർ ചെയ്യുക. അപ്പോൾ സ്ത്രീകൾക്ക് ആദ്യം അവബോധം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ശാക്തീകരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് അവയർനെസ് ക്ലാസ്സസ്, അതുപോലെ തന്നെ എന്തൊക്കെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണം, ഫുഡ് ഹാബിറ്റ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, വ്യായാമങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ടെസ്റ്റുകൾ, ഏതൊക്കെ സ്ക്രീനിങ് ടെസ്റ്റുകൾ, ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റ് അതൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പലവിധ പ്രോഗ്രാമുകൾ കൂടി പറഞ്ഞു കൊടുക്കുന്ന
ഒരു ഇനീഷ്യേറ്റീവാണ് പൂർണ്ണ വിമൻസ് വെൽനസ് ഇനീഷ്യേറ്റീവ് ആരംഭിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത്. അതിന് തൃശ്ശൂർ കോർപ്പറേഷനും തൃശ്ശൂർ OBG സൊസൈറ്റിയും കൂടി ഒത്തുചേർന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടി ഞങ്ങൾ ഭാവിയിൽ ഇനിയും പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. നാളെ ഫസ്റ്റ് പ്രോഗ്രാം നടക്കുന്നത് നാളെ ടൗൺ ഹാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് ഇതിൻ്റെ ലോഗോ പ്രകാശനം ഉണ്ടായിരിക്കും. അതിനോടൊപ്പം ആദ്യത്തെ ബോധവൽക്കരണ ക്ലാസ്സും ഉണ്ടായിരിക്കും. ലോഗോ പ്രകാശനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിനിമാ താരം ശ്രീമതി ലെനയാണ്. അതിനുശേഷം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ സബ്ജക്റ്റിനെ കുറിച്ച് ലെന സംസാരിക്കുന്നതായിരിക്കും. ഡോക്ടർ നീതയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഡോക്ടർ നീത ടോക്സ് തൃശ്ശൂർ ഡോക്ടർ നീത ജോർജ് തൃശ്ശൂർ OBG സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. അപ്പോൾ മാഡാണ് ഈ ഒരു തൃശ്ശൂർ OBG സൊസൈറ്റിനെ നയിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ OBG സൊസൈറ്റിയും തൃശ്ശൂർ കോർപ്പറേഷനും കൈകോർത്തുകൊണ്ട് മാഡം ലെനയെ മുൻനിർത്തിക്കൊണ്ട് ബ്രാൻഡ് അംബാസിഡറായി മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു വലിയ മേഖലയെ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾ മുന്നോട്ട് വരികയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും പങ്കാളിത്തവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സമൂഹത്തിലുള്ള വലിയൊരു പ്രശ്നത്തിന് നമ്മുടേതായ രീതിയിൽ സൊല്യൂഷൻ കാണാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ലെന ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. നമസ്കാരം. ഓണറബിൾ മേയർ ഡോക്ടർ നിജി, ഡോക്ടർ നീത, എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. തൃശ്ശൂർക്കാരി എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. നമുക്ക് മേയറായിട്ട് നിജി മാഡം, ഹൂസ് എ ഡോക്ടർ, OBG വയനാണ്. അപ്പോൾ ഒബ്സ്റ്റട്രിക്സും ഗൈനക്കോളജിയും ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു ലേഡി ഡോക്ടർ നമ്മുടെ മേയറാണ്. വളരെ യാദൃശികമായിട്ടാണ് ഞാൻ എഴുതിയ ബുക്ക് വിമനോപോസ് മേയറായി ഡോക്ടർ നിജി ഇരിക്കുന്ന സമയത്ത് ഇറങ്ങുന്നത്. ഡോക്ടർ ഈ ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ എന്നെ ബ്രാൻഡ് അംബാസിഡറായിട്ട് സെലക്ട് ചെയ്യാൻ ഉള്ള കാരണം അത് തന്നെയാണ്. ഞാൻ ആ ബുക്ക് പ്രസിദ്ധീകരിക്കുകയും അതിനെപ്പറ്റി ഒരുപാട് ടോക്സ് ഞാൻ പറ്റുന്ന അത്രയും പോഡ്കാസ്റ്റിൽ പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് വളരെയധികം പാഷൻ ഉള്ളതിൻ്റെ കാരണം എൻ്റെ അമ്മ ഈ കാലഘട്ടത്തിലൂടെ 40കളിലൂടെ കടന്നു പോയപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുന്നത് ഞാനൊരു ടീനേജർ ആയിരിക്കെ കണ്ടതാണ്. അത് ഞങ്ങളുടെ എൻ്റയർ ഫാമിലി ലൈഫിനെ വളരെയധികം ബാധിച്ച കാര്യമാണ്. ഒരു ടീനേജർ എന്ന സമയത്ത് എനിക്ക് എൻ്റെ അമ്മയോട് തോന്നിയത് ദേഷ്യമാണ്. ബിക്കോസ് നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്തത് കൊണ്ട്, അത് അമ്മയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്കത് ഒരു അമ്മയ്ക്ക് എന്തോ പറ്റി, അമ്മ ഭയങ്കര സ്ട്രിക്റ്റാണ്, അമ്മ എപ്പോഴും ആംഗ്രി ആണ്, അമ്മ ഭയങ്കര ഇറിറ്റബിളാണ്, ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ്. ഇതിനൊക്കെ നമുക്ക് തോന്നുന്നത് ദേഷ്യമാണ്. ഇപ്പോൾ ഞാൻ ഈ ബുക്ക് വിമനോപോസ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. ബിക്കോസ് കുറേ കുറ്റബോധം തോന്നുന്നുണ്ട്. അന്ന് തോന്നിയ ആ ദേഷ്യത്തിനും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിൽ ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ കാരണം അറിവില്ലായ്മയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ മിഷനാണ്. ഞാൻ 43 ഇയേഴ്സ് ആയപ്പോൾ പെരിമെനോപോസിൻ്റെ സിംറ്റംസ് ആദ്യമായിട്ട് അനുഭവിച്ചറിഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലായി ഇതെന്താണെന്ന്. പെരിമെനോപോസിലൂടെ പോകാത്തൊരു സ്ത്രീക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല, പുരുഷന്മാർക്ക് ഇത് തീരെ മനസ്സിലാവില്ല. അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തത് ഒരുപാട് ബുക്സും പോഡ്കാസ്റ്റും ഡോക്ടേഴ്സിൻ്റെ റിവ്യൂസും മെഡിക്കൽ ജേർണൽസും ഒക്കെ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ബുക്ക് എഴുതിയത്. ഞാൻ ആ ബുക്ക് എഴുതാൻ വേണ്ടി റിസർച്ച് ചെയ്തതല്ല, എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി റിസർച്ച് ചെയ്തതാണ്. 43 വയസ്സിൽ എൻ്റെ ഹെൽത്ത് ഏറ്റവും ഡൗണിലേക്ക് പോയ സമയത്ത് നിന്ന് ഇപ്പം ഞാൻ 45 വയസ്സിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ഹെൽത്തി കണ്ടീഷനിലായിരിക്കുന്നത്. ഞാൻ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടേഴ്സിനെ കാണുകയും അവരെൻ്റെ ഫെറിറ്റിൻ ലെവൽസ് കറക്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തപ്പോഴാണ് ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഹെൽത്തി ആയിരിക്കുന്നത്. ഈ ഫെറിറ്റിൻ എന്നൊക്കെ ഉള്ളത് നമ്മൾ ആദ്യമായിട്ടായിരിക്കും ചിലവർ കേൾക്കുന്നത്. ഹീമോഗ്ലോബിൻ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ചും കൂടി ഡീറ്റെയിൽ, ഒരു 1-2 ലെയർ കൂടെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പെരിമെനോപോസ് എന്ന് പറയുന്ന 40കളിൽ, ഇപ്പോൾ ചിലപ്പോൾ 35 മുതലേ തുടങ്ങാവുന്ന പ്രശ്നങ്ങളാണിത്. ബേസിക്കലി ഡെഫിഷ്യൻസീസ് ആണ്. ഹോർമോണൽ ഡിക്ലൈനിൻ്റെ കൂടെ ബാക്കിയുള്ള വിറ്റമിൻസും മിനറൽസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ബോഡിയിൽ വരുന്നുണ്ട്. ഈ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ബോഡിയിൽ ഇല്ലെങ്കിൽ അത് ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കുമാണ് അത് അവതരിപ്പിക്കാം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് മാനസിക പ്രശ്നങ്ങളായിട്ട് ഒരിക്കലും ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കില്ല. അതിനാണ് ഇത്രയും ഇൻഫർമേഷൻ ഞാൻ ആ ബുക്കിൽ
കൊടുക്കാനും എൻ്റെ ടോക്സിലൂടെ കൊടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതിനൊക്കെ ഒരു സ്റ്റെപ്പ് മുകളിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള തൃശ്ശൂർ കോർപ്പറേഷൻ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ കാരണം നമുക്ക് ഒരു വളരെ എഡ്യൂക്കേറ്റഡ്, വളരെ റെവല്യൂഷണറി കാര്യങ്ങൾ ഓൾറെഡി ഈ മേഖലയിൽ ഡോക്ടറായിരിക്കെ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പേഴ്സണാണ് മേയറായിട്ട് തൃശ്ശൂരുള്ളത്. ആൻഡ് OBG സൊസൈറ്റി വളരെ ആക്റ്റീവാണ്. JMH ഡോക്ടേഴ്സാണ് കുറേ പേര്, ബാക്കി എല്ലാ ഹോസ്പിറ്റൽസിൽ നിന്നും ഉണ്ട്. അപ്പോൾ ലേഡി ഡോക്ടേഴ്സ് തന്നെ മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഈ പെരിമെനോപോസ് എന്നുള്ള വാക്ക് പോലും ഇപ്പോൾ ആൾക്കാർക്ക് കേൾക്കാനിടയായത്. അപ്പോൾ പലവരും ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇപ്പോൾ ഇത്രയും വർഷം ആയിട്ട് സ്ത്രീകൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലേ, ഇതിപ്പോൾ ഇപ്പോഴാണ് ഉണ്ടായത് എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം ഇപ്പോഴാണ് ആ പ്രായത്തിലുള്ള ലേഡി ഡോക്ടേഴ്സ് ഉണ്ടായത് എന്നുള്ളതാണ് കാര്യം. ബിക്കോസ് ഇപ്പോഴാണ് അതിലൂടെ കടന്നുപോയ ലേഡി ഡോക്ടേഴ്സ് അവരുടെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സിൽ നോക്കിയപ്പോൾ ആക്ച്വലി ഇതിനെപ്പറ്റി അധികം ഇൻഫർമേഷൻ ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ തന്നെ ഇതിൽ ആഴ്ന്നിറങ്ങി റിസർച്ച് ചെയ്ത് അതിനുള്ള അവയർനെസ് ഇനീഷ്യേറ്റീവ്സ് തുടങ്ങണം, പൊതുജനത്തിലേക്ക് ഇത് എത്തിക്കണം എന്ന് കുറേ ഡോക്ടേഴ്സ് ലോകമെമ്പാടെ തീരുമാനിച്ചതിൻ്റെ പേരിലാണ് നമുക്കിപ്പോൾ ഈ ഇൻഫർമേഷൻ ഉള്ളത്. ഞാൻ ഇൻ്റർനെറ്റിൽ പോയി കുറേ ബുക്സും വായിച്ച് എനിക്ക് ആ ഇൻഫർമേഷൻ എളുപ്പത്തിൽ കിട്ടി. പക്ഷേ ഞാൻ 5 വർഷം ഹ്യൂമൻ ഫിസിയോളജി പഠിച്ചിട്ടുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചതുകൊണ്ട് ഡിഗ്രിക്ക് 3 വർഷം ഹ്യൂമൻ ഫിസിയോളജി, 2 വർഷം ക്ലിനിക്കൽ സൈക്കോളജിയുടെ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഹ്യൂമൻ ഫിസിയോളജി പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആ ടെക്സ്റ്റ് ബുക്സ് വായിച്ചാൽ എസ്പെഷ്യലി ബ്രെയിൻ കെമിസ്ട്രി എല്ലാം എനിക്ക് ഈസിലി മനസ്സിലാവും. അപ്പം ഞാനൊരു പുസ്തകം എഴുതുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് കോമൺ പേഴ്സണിന് മനസ്സിലാവണം എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സ് ഈ ഇൻഫർമേഷൻ നിങ്ങളോട് പറഞ്ഞാൽ അതിന് ഒരു ലെങ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ഇത് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ റീച്ച് കിട്ടുമല്ലോ. അതും ഇത്രയും ഈ ടോപ്പിക്കിനെ കുറിച്ച് പാഷനറ്റ് ആയിട്ടുള്ള ഒരാളെയും കൂടെ എന്നുള്ള രീതിയിൽ ഇത് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ പോലെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വി ഷുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ. ഡോക്ടർ നിജി മേയറായിട്ട് തൃശ്ശൂർ ഇരിക്കുന്നത് നമുക്ക് വലിയൊരു നേട്ടമാണ്, എസ്പെഷ്യലി ഇവിടെയുള്ള സ്ത്രീകൾക്ക്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഒരു വളരെ ബിഗിനിങ് സ്റ്റേജിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിരിക്കും. വേറെ ഡിസ്ട്രിക്ട്സ് ഒന്നും ഈ മൂവ് തുടങ്ങിയിട്ടുണ്ടാവില്ല. നമ്മളൊരു പക്ഷെ മാതൃക ആവാം. So I am very proud to be associated with Purna Women's Wellness Initiative, and all my thanks to Dr. Niji, Mayor of Thrissur, and to the OBG Society entirely for the initiative and the support, and ഇങ്ങനെ ഒരു മനസ്സ് കാണിക്കുന്നതിന് തന്നെ. അപ്പോൾ നമുക്ക് ഈ ഇനിഷ്യേറ്റീവ് എത്രയും പറ്റുന്ന അത്രയും ആക്റ്റീവാക്കി, ലൈവാക്കി സ്ത്രീകളിലേക്കും പുരുഷന്മാരിലേക്കും ടീനേജേഴ്സിനും അടക്കം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് ടീനേജേഴ്സ് അവരുടെ അമ്മയെ വെറുക്കരുത്. ടീനേജേഴ്സിന് അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കൺഫ്യൂഷനായിട്ട് അവർ ഡ്രഗ്സിലേക്കോ മറ്റോ ഇതിലേക്കോ ഒന്നും തിരിഞ്ഞു പോകരുത്. നമുക്ക് നല്ലൊരു ഫാമിലി, ഒരു സ്ത്രീ അവരുടെ 20s മുതൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാമിലിയാണ്. അവരുടെ 40s ആ ഫാമിലി തകർന്നു പോകരുത്. അവരുടെ ഹസ്ബൻഡായിട്ടുള്ള റിലേഷൻഷിപ്സ് മോശമാവരുത്. ആണുങ്ങൾ ഇതെന്താ സംഭവിക്കുന്നത് പുരുഷന്മാരെ അറിയാതെ അവർ കഷ്ടപ്പെടരുത്. അവരുടെ ലൈഫിലുള്ള സ്ത്രീകൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവർ കടന്നു പോകുന്ന ഒരുപാട് സംഘർഷവും കൺഫ്യൂഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു അകൽച്ചയും ഒക്കെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് അവോയ്ഡബിൾ ആണ്, വളരെ ഈസിലി അവോയ്ഡബിൾ ആണ്. അത്യാവശ്യം മെഡിക്കൽ ടെസ്റ്റ്സിലൂടെ, പിന്നെ അതിൻ്റെ സപ്ലിമെൻറ്റേഷനിലൂടെ, പിന്നെ ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ കംപ്ലീറ്റ്ലി ഇതൊന്നും ഒരു പ്രശ്നമില്ലാതെ ഒരു നോർമൽ ലൈഫ് ഫേസ് ആയിട്ട് കടന്നു പോകാവുന്ന ഒരു കാലഘട്ടത്തിന് നമ്മളൊരു അസുഖമാക്കി മാറ്റാതിരിക്കുക. അതിന് ഏറ്റവും വലിയ കാര്യം അവയർനെസ് ആണ്, ഈ അവബോധം. ഞാൻ പറഞ്ഞു, ഈ ഡോക്ടർ പറഞ്ഞു എന്താണ് നമ്മുടെ ഫ്യൂച്ചർ. നമ്മൾ ഈ പൂർണ്ണ പ്രോജക്റ്റ് തൃശ്ശൂർ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക് സൊസൈറ്റി കോർപ്പറേഷനും കൂടെ നമ്മൾ നാളെ പ്രാരംഭ ദശയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഒരു 4 പ്രോഗ്രാംസ് എങ്കിലും തൃശ്ശൂർ കോർപ്പറേഷനിൽ നടത്തുക. അതിൽ ഈ അവയർനെസ് ക്ലാസ്, അതിനകത്തുള്ള നാളെ ഒരു ക്ലാസ് ഉണ്ടാവും, ഒരു ½ hour ക്ലാസ്സിൽ ഈ എല്ലാ പ്രോബ്ലംസും, ഇപ്പം മാഡം പറഞ്ഞതും ലെന പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു ക്ലാസ് ഉണ്ടാവും. അതുകൊണ്ട് ഈ ക്വസ്റ്റിനെയർ ഏതർ നമുക്ക് വരുന്ന പോപ്പുലേഷൻ അനുസരിച്ച്, ഇപ്പം 300 പേരിൽ കൂടുതലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ ക്വസ്റ്റിനെയർ മുഴുവനും ഫുൾ ഫില്ലാക്കാൻ അവർക്ക് സമയം എടുക്കും.
അവർക്ക് ഗെറ്റ് ബാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് ഒരു വൈകാരിക ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവരുടെ മുന്നിൽ വെച്ച് ഈ ക്വസ്റ്റിനെയറോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലെ പ്രോബ്ലംസോ നമ്മളോട് ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റിനെയർ അവർക്ക് കൊടുത്തു വിടുന്നു, അല്ലെങ്കിൽ അവർക്കിനി വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയ വഴിയോ അയക്കണമെങ്കിൽ അവർക്ക് ഈ ഫോമാറ്റിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നു. അവരെ ക്വസ്റ്റിനെയർ സമാധാനമായിട്ട് വീട്ടിൽ പോയോ ഫില്ല് ചെയ്യുന്നു. അതിനകത്ത് 0, 1, 2, 3 നിങ്ങൾ കണ്ടിട്ടുണ്ടാകും 2 തരം ക്വസ്റ്റിനെയർസ് ഉണ്ട്. ഒന്ന് മാനസിക പ്രശ്നങ്ങൾ മാത്രം ഉള്ളതും, ഒന്ന് ശാരീരിക പ്രശ്നങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതും. പിന്നെ ഞങ്ങൾ ഡോക്ടേഴ്സിന്റെ ഒരു ടീം ഇപ്പം 4-5 പേര് മുതൽ ഈ ഞങ്ങളുടെ തൃശ്ശൂർ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക് സൊസൈറ്റിയിലെ 10, 30, 40 ഡോക്ടേഴ്സ് ഈ ഒരു മേഖലയിലോട്ട് കടന്നു വന്ന് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. അവർക്ക് അതിനകത്ത് 0-ന് മുകളിലുള്ള ഏത് സ്കോർ വന്നാലും ഞങ്ങളെ തിരിച്ചു വന്ന് കൺസൾട്ട് ചെയ്ത് നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും. മിക്ക മാർഗനിർദ്ദേശങ്ങളും ഞങ്ങളുടെ പവർ പോയിന്റിൽ തന്നെ ഉണ്ട്. എന്തൊക്കെയാണ് ഫുഡ്, ലൈഫ് സ്റ്റൈൽ, എക്സസൈസ്, പിന്നെ നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ, നമ്മൾ ചെയ്യേണ്ട നമ്മൾ തിങ്ക് ചെയ്യേണ്ട ക്യാൻസറുകൾ ഏതൊക്കെയാണ്, അതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതെല്ലാം നമ്മുടെ ഈ പവർ പോയിന്റ് തന്നെയുണ്ട്. അപ്പൊ അതിന് തന്നെ ഒരു അവബോധം ഉണ്ടാവും. പിന്നെ ഫർദർ ടെസ്റ്റുകളോ അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ ബോഡി പരിശോധനയോ വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഞങ്ങളെ വന്ന് കാണിക്കുക. അവരുള്ള ഏത് മേഖലയിൽ നിന്നാണ് വരുന്നത് അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളിലോട്ട് നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്യാം. പിന്നെ ഞങ്ങൾ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെ 3-4 ഡോക്ടേഴ്സിന് ഹെൽപ്പ് ലൈൻ. സോ ദാറ്റ് ഇൻ കേസ് അവർക്ക് വരാൻ പറ്റിയില്ല, അവർക്ക് ചെറിയ ചെറിയ സംശയങ്ങളാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് ഓടി വരേണ്ട കാര്യമില്ല, അവർക്ക് ചിലപ്പോൾ ഒരു സംശയ നിവാരണം മാത്രമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു ടെലി കൺസൾട്ട് പോലെ നമ്മളൊരു ടൈം വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ നമ്മൾ ആ സമയത്ത് വിളിക്കുകയും ചെയ്യും. ചിലപ്പോൾ എപ്പോഴും വിളിച്ചാൽ നമ്മൾ അവൈലബിൾ ആവണം എന്നില്ല. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ഓഫ് ഒരു മാസത്തിൽ 2 ദിവസം ഏതെങ്കിലും ഒരു 1 hour എല്ലാം കൊടുത്തിട്ട് ആ ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ ഒരു ഫസ്റ്റ് പ്രിലിമിനറി, പിന്നെ അവരുടെ ഫീഡ്ബാക്ക് അനുസരിച്ച്. ഓ, മാധ്യമങ്ങളെ ഇപ്പൊ ഞങ്ങൾ ഇന്ന് അറിയാം. ഞാൻ ആദ്യത്തെ അവബോധത്തിന് അല്ലെങ്കിൽ ബോധവൽക്കരണത്തിന് ക്ഷണിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ഹെഡ് മിസ്ട്രസ്മാരെ, പിന്നെ ഹെൽത്ത് കോർഡിനേറ്റേഴ്സ് ഉണ്ട് എല്ലാ സ്കൂളുകളിലും, അവരെയാണ് നാളത്തെ പ്രോഗ്രാമിന് ക്ഷണിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ തൊഴിലാളികൾ, ഈ പ്രായപരിധിയുള്ള സ്ത്രീ തൊഴിലാളികളെയും ക്ഷണിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് അത് ഞങ്ങളും ഒരുമിച്ചാണ് ഇതിൻ്റെ പദ്ധതി ഇല്ല. അപ്പം അതായത് ആദ്യം സ്ത്രീകൾക്ക് തന്നെ ഒരു അവബോധം കൊടുക്കുക, എന്നിട്ട് ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അറിയാം അവരുടെ പ്രശ്നങ്ങൾ, പിന്നെ ജീവിതശൈലി മാറ്റാനുള്ള ശ്രമങ്ങൾ. കാരണം എക്സസൈസിൻ്റെ കാര്യത്തിലൊക്കെ സ്ത്രീകൾ വളരെ പുറകിലാണ്. വ്യായാമ മുറകൾ ചെയ്യണം, അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സ്, ഭക്ഷണ രീതികൾ മാറ്റേണ്ടതായിട്ടുണ്ട്. വ്യായാമം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നടത്തമാണ് നമ്മുടെ ഒരു വ്യായാമം. അത് മാത്രം പോരാ, സ്ത്രീകൾക്ക് ഈ പ്രായപരിധിയിൽ കിടക്കുമ്പോൾ സാർക്കോപീനിയ, മസിൽ മാസ് ലോസ് ഉണ്ടാവും. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് വേണം, ഫ്ലെക്സിബിലിറ്റി വേണം. അങ്ങനെ 3. പിന്നെ ഹാർട്ടിൻ്റെ എക്സസൈസാണ് നടത്തം എന്ന് പറയുന്നത്. അതായത് ഹോർമോൺ വ്യതിയാനത്തിൽ സ്ത്രീകൾക്ക് ഹൃദയത്തിൻ്റെ ഹാർട്ടിൻ്റെ ഹെൽത്ത് മോശമായി വരും. അതുപോലെ തന്നെ എല്ലിൻ്റെ ബലം, ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാൽസ്യം ഗുളികകൾ കഴിക്കണം, വിറ്റാമിൻ ഗുളികകൾ കഴിക്കണം. അതിനെപ്പറ്റി മൊത്തത്തിൽ ഒരു അവബോധം ഉണ്ടാക്കുക. അതുപോലെ തന്നെ സ്ക്രീനിങ് ടെസ്റ്റുകൾ, ക്യാൻസർ, അതായത് ക്യാൻസർ, യൂട്രസിൻ്റെ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ അതിന് മുമ്പൊക്കെ വരാൻ സാധ്യത. ഇതൊക്കെ ഈ പ്രായത്തിൽ വരുമ്പോൾ ചെറിയൊരു മാസമുറ തെറ്റിയാൽ തന്നെ അതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. തെറ്റിയാൽ തന്നെ ഡോക്ടറെ കാണണം, സ്കാൻ ചെയ്യണം എന്നുള്ള അവബോധം സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതിനോടൊപ്പം അവരുടെ പാർട്ട്നേഴ്സിനും സമൂഹത്തിനും പൊതുസമൂഹത്തിനും ഈ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പല പ്രോഗ്രാംസായിട്ട് ആദ്യപടി നാളത്തെ ഒരു അവയർനെസ് ക്ലാസ്. അപ്പോൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും പങ്കാളിത്തം വേണം, സഹകരണം വേണം, സപ്പോർട്ട് വേണം. ഇത് നമ്മളൊരു ഓൺഗോയിങ് പ്രോസസ്സായിട്ടാണ് നടത്തുന്നത്. ഞങ്ങളുടെ അഭിമാനമാണ് ലെനെ തന്നെ കിട്ടിയത്, അതിനും ഏറെ സന്തോഷം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട്, നാളത്തെ പരിപാടിക്ക് എല്ലാവരും വരണം. തുടർന്നുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അത് ഇതിൻ്റെ ഒരു പത്രസമ്മേളനം അല്ല നമ്മളത്. റോഡിൻ്റെ അതെ, അത് UG കേബിളിന് വേണ്ടി പൊളിച്ചിട്ടതാണ്. ഞങ്ങളത് ഗൗരവമായിട്ട് എടുത്ത് നന്നാക്കും. മഴയല്ലേ, ചെറിയ ചെറിയ കുഴികളൊക്കെ ഞങ്ങൾ പോട്ട് ഹോൾ റിപ്പയർ മെഷീൻ മേടിച്ചിട്ടുണ്ട്. ആ മെഷീൻ വെച്ച് രാത്രി കാലങ്ങളിൽ കുഴികൾ അടയ്ക്കുന്ന ഇത് ചെയ്യുന്നുണ്ട്. UG പിന്നെ വടക്കേച്ചിറയുടെ മുമ്പുള്ള കുഴികൾ ഞങ്ങൾ അടച്ചതാണ്. വലുതായിട്ട്
പറ്റും പറ്റും പറ്റും. ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് വടക്കേച്ചിറയുടെ അടുത്തുള്ള കുഴിയാണ് അടച്ചത്. ഞാൻ ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ഇതിനു വേണ്ടിയുള്ള 10. അതിന് ഞാൻ വേറെ ദിവസം തരാം. വരുന്ന സമയം കളയേണ്ട. ലൈനക്കൊക്കെ മേയറിനെയോ എന്നെ 24 മണിക്കൂറും വിളിച്ചാൽ കിട്ടും. സോറി, കൗൺസിൽ ഡേയുടെ അന്ന് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. കാരണം ഫോൺ എടുത്താൽ വേറെ വാർത്ത വരും. ഞാൻ 24 hours അവൈലബിൾ ആണ്. ഞാൻ അങ്ങനത്തെ ജോലി, ഡോക്ടറിന് ഇതൊക്കെ അറിയാം, ഞങ്ങളുടെ ജോലി അങ്ങനത്തെയാണ്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്യാവശ്യ കാര്യം സ്ട്രേറ്റ് അവേ കോൺടാക്ട് മീ. ഞാൻ 24 മണിക്കൂറും ഫോൺ എടുക്കുന്ന വ്യക്തിയാണ്. 24 മണിക്കൂറും എമർജൻസി സർവീസ് ചെയ്യണ വ്യക്തിയാണ്. ഞങ്ങൾ അങ്ങനത്തെ ഒരു ശീലിച്ചു വന്നതാണ്, പുതിയതായിട്ട് ഉണ്ടാക്കിയ ശീലമല്ല. അപ്പൊ എന്നെ പറ്റി അങ്ങനെ ഒരു കംപ്ലൈന്റ് ഒരിക്കലും വരില്ല. പിന്നെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മൾ ഫോൺ എടുക്കുന്നത് എന്നെക്കാളും ഇപ്പോൾ മന്ത്രിമാരുടെ കൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ അവരായിട്ടൊരു മീറ്റിംഗ് ഇരിക്കുമ്പോൾ ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് ശരിയായ നടപടിയാണോ? പിന്നെ കൗൺസിലിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. ഫ്രം 11 AM to 6 PM എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് മാത്രമേ ഫോൺ എടുക്കാൻ പറ്റുള്ളൂ. കാരണം അതൊരു വാർത്തയാവും. അവർ സംസാരിക്കുമ്പോൾ ഞാൻ ഫോണിൽ വേറെ കാര്യങ്ങൾ നടത്തണമെന്നൊക്കെ അത് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിൽ ഞാൻ സേവ് ചെയ്ത നമ്പേഴ്സ് അർജന്റായിട്ട് വിളിക്കേണ്ടവരാണെങ്കിൽ ലഞ്ച് ബ്രേക്കിൽ ഞാൻ വിളിക്കും. അപ്പോൾ ഏത് പാതിരാത്രിക്ക് ഏത് സമയത്തും ആവശ്യത്തിന് എന്നെ വിളിക്കാം. എൻ്റെ സർവീസ് ഫോണിലൂടെയും അല്ലാണ്ടും ലഭിക്കുന്നതായിരിക്കും. അതിനെപ്പറ്റി ഒരു കൺഫ്യൂഷനും ഒരിക്കലും വേണ്ട. അത് ഞങ്ങളുടെ എഞ്ചിനീയർ, ഞാൻ ഈ അധികം ചോദ്യത്തിന് മറുപടി പറയുന്നത്, അതിന് വേണമെങ്കിൽ വേറെ ദിവസം നമുക്ക് ഞാനും ഡെപ്യൂട്ടി മേയറും എല്ലാവരും കൂടി ഇരുന്ന് നമുക്ക് വേറൊരു പത്രസമ്മേളനം നടത്താം. അതെ, അപ്പൊ പത്രസമ്മേളനം നടത്താം. ഞാൻ വേറെ ദിവസം ഞാനും ഡെപ്യൂട്ടി മേയറും ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. ചെമ്പോട്ടി ലൈനിലെ കാന ഞങ്ങൾ ഓരോ ഭാഗത്തുനിന്ന് ഒരു തലക്കേന്ന് ഇങ്ങനെ തുടങ്ങി വരുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാം. പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന സമയം, ഇവരെ മാഡത്തിന്റെ സമയമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫെബ്രുവരി 19 2026 2,30,00,000 ഈ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വേണ്ടി തൃശ്ശൂർ കോർപ്പറേഷന്റെ മേയർ എന്ന നിലയ്ക്ക് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അതിനുശേഷം മാർച്ച് മാസം ഏപ്രിൽ മാസത്തിൽ തന്നെ ഞങ്ങൾ മഴക്കാല മുൻ വർഷങ്ങളിൽ ഇല്ലാത്ത തരത്തിൽ, മറ്റതൊക്കെ മഴ തുടങ്ങുമ്പോഴാണ് ഇവിടെ മഴക്കാല പൂർവ്വ ശുചീകരണത്തെ പറ്റി ആലോചിക്കുന്നത് തന്നെ. ഫെബ്രുവരി 19 2,30,00,000 പാസ്സാക്കി. അതിന്റെ പണികൾ മാർച്ച് മാസം ഇലക്ഷന്റെ ഇടയിലും ഞങ്ങൾ ആരംഭിച്ചു. മെയ് മാസം അവസാനത്തോട് കൂടിയിട്ട് അതായത് 231 പ്രോജക്റ്റാണ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയിലേക്ക് DPCയിലേക്ക് ഞങ്ങൾ വെച്ചത്. 235 പ്രോജക്റ്റ് പാസ്സായി. അപ്പോൾ 2,30,00,000 231 പ്രോജക്റ്റിന് വേണ്ടി ചെയ്തു. 6 പ്രധാനപ്പെട്ട തോടുകളാണ് കോർപ്പറേഷനുള്ളത്. അതിന്റെ ക്ലീനിങ് എല്ലാം ഞങ്ങൾ മുൻ വർഷങ്ങളെക്കാളും ഏറ്റവും വേഗത്തിൽ നേരത്തെ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ ഇതല്ല വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വരാം. അപ്പൊ സംസാരിച്ചതിലേക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു തോടുണ്ടെങ്കിൽ തോടിന്റെ ഈ വശം മാത്രമാണ് കോർപ്പറേഷന്റെ, ഈ വശം ഇറിഗേഷന്റെ അല്ലെങ്കിൽ KRDCന്റെ ആണ്. അപ്പൊ കോർപ്പറേഷന്റെ വശത്തെ കുളവാഴയും മറ്റും എടുത്തിട്ട് മാത്രം ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് 25/4/26 കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നത് വെച്ചാൽ പൂരത്തിന്റെ തലേ ദിവസം മേജർ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, KLDC ഉദ്യോഗസ്ഥരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലിൽ എൻ്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേരുകയുണ്ടായി. അവരവരെ ക്ലീനിങ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ തന്നെ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഉടനെ തന്നെ കളക്ടറിന്റെ ചേംബറിലേക്ക് ഞാൻ പോവുകയും ഈ കാര്യങ്ങൾ വ്യക്തമായി കളക്ടറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. എങ്ങനെയെങ്കിലും ഡിസാസ്റ്റർ മാനേജ്മെന്റിനെങ്കിലും ഫണ്ട് എടുത്തുകൊണ്ട് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തണം എന്നുള്ള റിക്വസ്റ്റ് വെച്ചു. അതിന്റെ കത്തൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ കളക്ടർ പറഞ്ഞത് ഡിസാസ്റ്റർ ഉണ്ടായാലാണ് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് എടുക്കാൻ പറ്റുള്ളൂ. കാരണം അവർ പറയണ അവർക്ക് ഫണ്ട് വന്നിട്ടില്ല. ഞങ്ങൾ ഫണ്ട് നേരത്തെ റിലീസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രശ്നം കളക്ടറിന്റെ അടുത്ത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി. അത് മാത്രമല്ല, വെള്ളക്കെട്ടുണ്ടായ ജനങ്ങൾ കോർപ്പറേഷൻ കൗൺസിലിന്റെ അടുത്തേക്കാണ് ആദ്യം വരാം. കൗൺസിൽ നേരെ മേയറിന്റെ അടുത്തേക്ക് വരും, മേയർ നേരെ കളക്ടറിന്റെ അടുത്തേക്ക് വരും എന്നുള്ള കൃത്യമായിട്ടുള്ള മെസ്സേജ് കളക്ടറിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറും മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം ഞങ്ങൾ അയ്യന്തോൾ, പഞ്ചിക്കൽ, കുറിഞ്ഞാക്കൽ, ബണ്ട് അവിടെയുള്ള കുളവാഴ എങ്ങനെയുണ്ടെന്ന് കളക്ടർ അടക്കം ഞങ്ങളൊരു സംഘം പോയി കാണുകയും അത് മാത്രമല്ല കുറ്റൂര് KLDCയുടെ കനാലിലുള്ള കുളവാഴ, ചണ്ടി അതൊക്കെ നേരിട്ട് കാണുകയും പ്രശ്നത്തിന്റെ ഗൗരവം കളക്ടർക്കും നന്നായി മനസ്സിലായിട്ടുണ്ട്. അനവധി മീറ്റിങ്ങുകൾ ഈ കാലയളവിൻ്റെ ഉള്ളിൽ തൃശ്ശൂർ കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം കളക്ടറും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെയും തൃശ്ശൂർ കോർപ്പറേഷൻ ഒന്നടക്കം
ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഫണ്ടിങ് കൃഷി മന്ത്രി ടി സിദ്ദിഖ് അവർകൾ എന്ന് പറയുന്നത് ഞങ്ങളൊപ്പം യൂത്ത് കോൺഗ്രസിൽ ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ആള് പ്രസിഡന്റ്, ആളോട് ഞാൻ ഈ ചുരുങ്ങിയ കാലയളവിൽ 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മന്ത്രി വരുന്നുണ്ട് KLDCയുടെ ഫണ്ട് ഒന്ന് വേഗം റിലീസ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞങ്ങൾ ഇതിന്റെ പുറകിൽ ഉണ്ട്. പിന്നെ ഈ കാന അശാസ്ത്രീയമായി നിർമ്മിച്ചതൊക്കെ ഞാൻ വന്നിട്ട് ഉണ്ടാക്കിയ കാനയൊന്നുമല്ല, അതിന് മുമ്പുള്ള കാനകളാണ്. അപ്പൊ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ വലിയ വലിയ പ്രോജക്റ്റ് ഒക്കെ കൊണ്ടുവരുന്നേക്കാളും ഭേദം ഡ്രെയിനേജ് സിസ്റ്റത്തിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുക, അതിന് മാപ്പിംഗ് ഉണ്ടാക്കുക, ഡ്രെയിനേജ് സിസ്റ്റം ശരിയാക്കുക. അല്ലാണ്ട് എല്ലാവർക്കും വലിയ വലിയ പ്രോജക്റ്റ് കാണുന്നതാണ് ആഗ്രഹം, പൊതുജനങ്ങൾക്കും അതാണ് രീതി. പക്ഷെ ഞാൻ പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ മേയർ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കാണ് നമ്മൾ ആദ്യം അഡ്രസ് ചെയ്യേണ്ടത്. ഡ്രെയിനേജ് സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിനും കൂടി അത് നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റം റെഡിയാക്കി കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ടിന്റെ ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. പിന്നെ ചില റോഡുകൾ തോടുകളൊക്കെ ഞാൻ പറഞ്ഞു, ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, KLDC, അതുപോലെ റോഡുകൾ PWD റോഡാണ്. അപ്പൊ ജനങ്ങൾക്ക് അത് അറിയില്ല, ഇത് കോർപ്പറേഷൻ, എനിക്ക് തന്നെ എല്ലാ റോഡും തിരിച്ചറിയില്ല ഇത് കോർപ്പറേഷന്റെ ആണോ PWD ആണോ എന്ന്. അപ്പോൾ ആ റോഡുകൾ ശരിയാക്കേണ്ടത് PWD ഡ്യൂട്ടിയാണ്. അപ്പൊ ഇതൊരു ടീം വർക്കാണ് വേണ്ടത്, പല ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ചുള്ള ടീം വർക്ക്. അതായത് ഓഫ് കോഴ്സ് തൃശ്ശൂർ കോർപ്പറേഷൻ വേണം, ജില്ലാ കളക്ടർ വേണം, മേജർ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, KLDC, PWD, അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ടീം വർക്ക് ഉണ്ടാക്കി ശാസ്ത്രീയമായി എവിടെയാണ് പാകപ്പെടാന്ന് എഞ്ചിനീയർമാരെ കൊണ്ട് കണ്ട് പഠിപ്പിച്ച് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായാലാണ് നമുക്ക് ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം. പിന്നെ കാലാകാലങ്ങളിൽ ഈ കുളവാഴകൾ നമ്മൾ മാറ്റിയെടുക്കണം. അതൊരു ഭാഗം ചെയ്ത് മറ്റു ഭാഗം ചെയ്തില്ലെങ്കിൽ എടുത്ത പണി മുഴുവൻ പാഴായി പോകും. അതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. ഇനി ഞാൻ വിശദമായി ഞാനും ഞങ്ങളുടെ ടീം അടക്കം ഇരുന്നിട്ട് നമുക്കൊരു ദിവസം പത്രസമ്മേളനം നടത്താം. ഏതായാലും ഞങ്ങൾക്ക് പുലിക്കളിക്ക് വേണ്ടിയിട്ട് പത്രസമ്മേളനം നടത്തേണ്ട വരും, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്ക് പത്രസമ്മേളനം നടത്താം. ഇപ്പം മഴ അധികം കൂടാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ മഴക്കെടുതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 24 hours എമർജൻസി സർവീസിന് വേണ്ടിയുള്ള കൺട്രോൾ റൂം തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഡിവിഷനിലും റാപ്പിഡ് റെസ്പോൺസ് ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ സോണലിലും 5 കൗൺസിലേഴ്സ് ലീഡ് ചെയ്യുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 24 hours സേവനത്തെ തയ്യാറായിട്ടുള്ള കൗൺസിലേഴ്സ്, യൂത്ത് ബ്രിഗേഡ്സ് നമ്മോടൊപ്പം ഉണ്ട്. ഞാനും 24 hours സേവനത്തിന് തയ്യാറാണ്. താങ്ക് യു.